അസ്സലാമലൈക്കും. എല്ലാവർക്കും സന്തോഷവും സമാധാനവും ഉണ്ടാവട്ടെ. മാറാവ്യാധി രോഗത്തെ തൊട്ടും അപകട മരണങ്ങളെ തൊട്ടും അള്ളാഹു നമ്മളെല്ലാവരെയും കാത്തു രക്ഷിക്കട്ടെ. നമുക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കട്ടെ. ഞാൻ നിൻ്റെ മൂത്തച്ഛൻ്റെ മോളെ വീട്ടിൽ വന്നാണ്. മോളെ പേരക്കുട്ടിയാണിത്. ഞാൻ കണ്ടപ്പോൾ ഇങ്ങനെ ഓരോന്ന് പറയാൻ വേണ്ടി നിൽക്കുക കേട്ടോ. അപ്പം ഞാനത് കണ്ണടക്ക് ഇങ്ങനെ തലമുറ വെച്ചപ്പോൾ അവരോട് ഇങ്ങനെ ഓരോന്ന് ചോദിച്ചറിയുന്നു. കുറവായിട്ടുണ്ട്. അങ്ങനെ ഇത് അല്ലൂര് എന്ന് പറഞ്ഞ സ്ഥലത്താണ്, വൈരങ്കോട്. നമ്മൾ അങ്ങോട്ടൊന്ന് വന്നാണ്. അവരെ മോള് കുടി ഇരുന്നിട്ടുണ്ട്. അപ്പോൾ കുടിയിരിക്കലിന് പറഞ്ഞിട്ട് നമ്മൾ പോയിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ വന്നാണ്ടാണ് പോകാൻ വിചാരിച്ചു. ഇവിടെ മോള് ഇങ്ങോട്ട് കൂടി പിന്നെ കല്യാണം ഉണ്ട് ഇവിടെ അടുത്ത്. അപ്പോൾ അവൾ ഇങ്ങോട്ട് വരണുണ്ടപ്പോൾ എൻ്റെ പേരെന്താ പിന്നെ എല്ലാവർക്കും കൂടെ അങ്ങോട്ട് പോകാനോ ഉള്ള നിലക്ക് പിന്നെ പോവുകയാണ്. എൻ്റെ പേരെന്താ? അപ്പോൾ ഒരു രണ്ടാമത്തെ മോളെ കുട്ടിയാണ് അത്. ഇത് നല്ല രസമാണ് ആൾ. പേരറിയില്ല, ആരെ കണ്ടാലും ഒപ്പം കൂടുക. അങ്ങനെ ഞാൻ വെറുതെ പറഞ്ഞ അവളോട് ഞാൻ ഒന്ന് പോവുകയാണ്, ഇജിവിടെ ഇരുന്നോന്ന് പറയുമ്പോൾ അവൾ എൻ്റെ ഒപ്പം തന്നെ വന്നിരിക്കുന്നതാണ്. ചെരുപ്പൊക്കെ ഇടനും വലനൊക്കെ ഇട്ട് റെഡിയായി നിൽക്കുകയാണ് അവൾ കേട്ടോ. അപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു ഇജി വരണ്ടാന്നും പറഞ്ഞിട്ട് കേൾക്കണില്ല, വേഗം ഇടുകയാണ്. ചെരുപ്പൊന്നും നോക്കിയിട്ടില്ല. ഞാൻ അവളോട് ചോദിച്ചു ജേതാപ്പം ഇട്ടിരിക്കുന്നൊക്കെ. ചെരുപ്പിൻ്റെ പറഞ്ഞപ്പോൾ അങ്ങോട്ടെ കയറിയാണ്ട് പിന്നെ ശരിയാക്കി ഇടാൻ വേണ്ടി പോവുകയാണ് ആൾ. അങ്ങനെ വർത്താനം നല്ല പറയില്ല, കുറച്ചങ്ങനെ പറയുന്നുണ്ട്. അവളെ ഭാഷക്കനുസരിച്ചൊക്കെ കാലം മാറ്റി ഓരോന്നും പറയും. എന്നാലും ഇടനും പറയാനൊക്കെ ആൾക്ക് മനസ്സിലായിട്ടാണ് ഞാൻ പറഞ്ഞപ്പോൾ. ചെരുപ്പ് നല്ലപോലെ ഇട്ടിട്ടുണ്ട്. അങ്ങനെ നമ്മൾ എന്നിട്ട് പറഞ്ഞു മുത്തച്ഛൻ്റെ മരുവാനാണത്. നമ്മളൊരു 12 മണി കഴിക്കണം ഇവിടെ എത്തിയപ്പോൾ. ഇപ്പോൾ ഇവിടെ വന്നിട്ട് അവിടെ കല്യാണ്ട് നമുക്ക് ഇങ്ങോട്ട് പോകുന്നതാണ്. അടുക്കള പോയപ്പോൾ അമ്മായിമാർക്കും മരുവൊക്കെ ഭയങ്കര പണി. ഇവരുണ്ടാവും നിസ്കരിക്കാൻ വേണ്ടി നേരെ പോകാനായിട്ട് നിസ്കരിക്കാൻ കയറിയതാണ്. നിസ്കരിക്കാൻ പോകണം. നമുക്ക് ഒന്നേക്ക് വെള്ളമൊക്കെ കുടിച്ച് കഴിഞ്ഞ് ചോറ് കഴിച്ചിട്ട് പോകാൻ തന്നെ നിൽക്കുക കേട്ടോ. എൻ്റെ മോനക്ക് അവിടെ എത്തിയപ്പോൾ ആരുമില്ല കളിക്കാൻ പറയാൻ തന്നിട്ട് ടെൻഷൻ അടിച്ചിരിക്കും. അപ്പോൾ കല്യാണത്തിന് പോയ ആൾക്കാരൊക്കെ വരുന്നുണ്ട്. ഇവരെ വീട്ടിലേക്കാണ് നമുക്കിനി പോകാനുള്ളത്. ഞാൻ ഇവർ കല്യാണത്തിന് വന്നേ മുസിന ചോദിച്ചറിഞ്ഞ് നമുക്ക് പോകുന്നതാണ്. കല്യാണം കഴിഞ്ഞാ അവള് വരാൻ വേണ്ടി നമ്മൾ കാത്തിരുന്നതായിരുന്നു. രണ്ട് കുട്ടികളാട്ടോ, ആണൊരു പൊണ്ണും അത് മോളാണത്. നമ്മളെ കുട്ടിയാണ് ഇപ്പോൾ നമ്മളായിട്ട് ഇങ്ങനെ വർത്താനം. അവള് നമ്മൾ വന്നപ്പോൾ കുളിക്കാൻ കയറിയതായിരുന്നു. അതാണ് വെള്ളം കുടിച്ചാണൊക്കെ ചോദിക്കുന്നത്. അവള് കണ്ടിട്ടില്ലേ നമ്മൾ വെള്ളം കുടിച്ചു. മൂത്ത കുട്ടിയാണത്, മോൻ്റെ കുട്ടിയാണ്. നിസ്കരിക്കാൻ പോയിക്കണം. കുട്ടികൾ തമ്മിൽ കാണുമ്പോൾ നല്ല രസമാണ്. എൻ്റെ പേരെന്താ? ഇവളാണെങ്കിൽ വേഗം എല്ലാവരായിട്ട് ഇണങ്ങോട്ടാ. ഇഞ്ചി എത്രല്ല പഠിക്കണേ? രസമാണ് ആള്. എത്രാം ക്ലാസ്സിലാ? ഒന്നിലാ. പലകയുണ്ട് അവൾക്ക് പ്ലാസ്റ്റിക്കിൻ്റെ, അതേറ്റ് ഇങ്ങനെ ലൂസ്. അങ്ങനെ പിന്നെ എല്ലാവരും ചോറ് കഴിക്കാനുള്ള തയ്യാറെടുപ്പായി. ചോറ് കഴിക്കാൻ എല്ലാവരും ഇരിക്കുന്നുണ്ട്. അവൾ കല്യാണം കഴിഞ്ഞ് വന്നതാണ്. അപ്പോൾ അവൾ വരാനും പുതിയാപ്പളുടെ കുടുംബത്തിലാണ് കല്യാണം. പെണ്ണിൻ്റെ വീട് ഇവിടെ അടുത്താണ്. ചോറ് കഴിക്കാൻ അപ്പൂറാണ്. എനിക്കൊക്കെ ചക്കക്കൂട്ടാൻ സബ്സ്ക്രൈബ് ചെയ്യുന്നതാണ്. എനിക്ക് ചക്കക്കൂട്ടാൻ മതി എന്നും പറഞ്ഞ ടൈം കൂടുകയാണ്. ഇല്ലാത്ത സാധനമല്ലേ. ഇനി എല്ലാവരും ഇരിക്കട്ടെന്ന് പറയാം. എല്ലാം കൂടി എന്നാണ് ഞങ്ങൾ കുറച്ചേരൊക്കെ ഇരുന്നേച്ച് വൈകുന്നേരം ചായയും കുടിച്ചാൽ ഇനി അവളെ വീട് കാണാച്ചിട്ട് പോകട്ടെ. ഞങ്ങളെല്ലാവരും ചായയുടെയൊക്കെ കഴിക്കും. ഞങ്ങൾ അവളെ വീട്ടിൽ പോവുകയാണ്. അവളെ വീട് വെട്ടിച്ചിറയാണ്. നമുക്ക് വെട്ടിച്ചിറ നമുക്ക് കുറച്ച് ഇപ്പോൾ റോഡ് പണിയൊക്കെ അല്ല ആ ഭാഗത്ത്. ആദ്യം പോയവർക്കൊന്നും വയ്യ അറിയില്ല. അങ്ങനെ ഞങ്ങളും അവരും കൂടെ കൊണ്ട് വന്ന അവളെ വീട്ടിൽ. നല്ലൊരു വീട് ഇട്ടാ, നല്ലൊരു സ്ഥലവും. ഞാൻ പറയാം, ആദ്യം ഇവിടെ അവളെ കല്യാണം കഴിക്കുന്ന കാലത്ത് നല്ല എകരമുള്ള കുന്ന് പോലത്തെ സ്ഥലം എന്നാണ് പറഞ്ഞത്. പിന്നെ അവർ കല്ലൊക്കെ ഇങ്ങനെ വെട്ടി
എടുത്തിട്ട് പിന്നെ ഇപ്പോൾ നിരപ്പാക്കിയിട്ടുണ്ടായി. അന്നേരം ഈ വീട്ടിലുള്ള കല്ലൊക്കെ ഇവിടെ നിന്ന് തന്നെയാണ് എടുക്കുന്നത്. കുറേ ഒരു പുറത്തേക്കും കൊടുത്തു എന്ന് പറഞ്ഞു. 2 ബെഡ്റൂമാണ്, പിന്നെ ഒരു ലിവിംഗ് റൂം, പിന്നെ ഫോണിൻ്റെ സൈഡിൽ തന്നെയാണ് ടേബിളും മസാലയൊക്കെ. ഒരു വലിയൊരു അടുക്കള, പിന്നെ ചെറിയൊരു ഏരിയ, അതുപോലെ തന്നെ 2 റൂമും ഹാളും സിറ്റായിട്ട് നല്ല രസമുള്ളൊരു വീടിട്ടാണ്. എല്ലാ പണിയും തീർന്നിട്ടുണ്ട്, നല്ല ഭംഗിയുണ്ട് കാണാൻ. നമ്മൾ വടക്കോത്തൊക്കെ ഒന്ന് പോയി നോക്കുകയാണ്. അതൊക്കെ കിണറാണത്. സ്റ്റോറിന് വലിയ കബോർഡാണ്, എല്ലാ സാധനവും കാണാൻ വേണ്ടി പോകുന്നു. അന്ന് കണ്ടല്ലേ, അങ്ങനെ നല്ല ഭംഗിയുണ്ട്. വലിയൊരു ഹാള്, 2 റൂമ്, നേരെ പോയി നമ്മൾ താഴത്തേക്കാണ് നോക്കിയത്. എന്തോ ഒരു ഭംഗിയെന്നറിയാം കാണാൻ, നല്ല ഇഷ്ടമായിട്ടാണ്. നമുക്ക് ആ പ്രകൃതിയാണ് ഏറ്റവും ഇഷ്ടമായത്. പച്ചപ്പൊന്നല്ല, നല്ല ചുവപ്പ് കളറിൽ കല്ലൊക്കെ വെട്ടിയെടുത്തിട്ട് നല്ല ഭംഗിയുണ്ട് എന്തായാലും കാണാൻ. കുറേ നേരം അങ്ങനെ നോക്കിയിരുന്നു ഞാൻ അവിടെ പോയിട്ട്, സിറ്റൗട്ട് പോയിട്ട്. നല്ല ഇഷ്ടമായി ആ സ്ഥലം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും, ബെൽ ബട്ടൺ അമർത്തുക, ലൈക്ക് അടിക്കുക. പോരായ്മകളും തെറ്റുകളൊക്കെ ഉണ്ടാവും കേട്ടോ, എല്ലാവരും ക്ഷമിക്കട്ടാ. എന്തൊരു ഭംഗിയല്ലേ എങ്ങനെ നോക്കി നിൽക്കാൻ. ഒക്കെ കല്ലെടുത്ത സ്ഥലങ്ങളാണെന്നാണ് പറഞ്ഞത്. ആ വീടുകൾ നിൽക്കണ മാതിരി അകരത്തിരുന്നാലും ഈ വീടും ആദ്യം. പിന്നെ തറവാടിന്ന് ഇവിടെ ആ മുന്നിൽ കാണുന്നതൊക്കെ 2 മുത്തച്ഛന്മാരുടെ വീടുകളാണ്. തറവാട് പൊളിച്ചിട്ടാണ് ഇവിടെ ഉണ്ടാക്കിയത്. അന്ന് തറവാട്ടിൻ്റെ ഇവിടെയൊക്കെ നല്ല എകര എന്നാണ് പറഞ്ഞത്. അവരതും എകരത്ത് തന്നെയാണ് മുത്തച്ഛൻ്റെ വീടൊക്കെ ഉണ്ടാവുക. ഇവർ കുറേ ഇങ്ങോട്ട് താത്തി റോഡിനോടൊപ്പമാക്കിയ, റോഡ് താഴത്തൊന്നും വീട് മേലെയെന്ന് തോന്നുന്നു. എന്നാലും നല്ല റാത്തായി, നല്ല സെറ്റായിട്ടുണ്ട്. നല്ലൊരു സന്തോഷത്തോടും സമാധാനത്തോടും അതിൽ അവർക്ക് ജീവിക്കാനുള്ള ഭാഗ്യം കൊടുക്കട്ടെ. നമ്മളൊരു വീടെന്ന് പറഞ്ഞാൽ അത്രയും കഷ്ടപ്പെട്ടിട്ടല്ലേ നമ്മളൊരാഗ്രഹം പോലെ നമ്മൾ ഉണ്ടാക്കല്. ഇത് കുറച്ച് ഒഴിഞ്ഞൊരു സ്ഥലം കേട്ടോ, അവിടെ സീറ്റിടാനാണ് പറഞ്ഞത്. ഞാൻ മേലെ നല്ല താഴത്തേക്ക് ഇട്ടോട്ടെ വീഡിയോ. നല്ല രസമുണ്ടല്ലേ. ഞങ്ങൾ ചാടിക്കാൻ വേണ്ടിയിട്ട് അവരിങ്ങനെ വിളിക്കുന്നുണ്ട്. അപ്പം ഇനി ചാടിച്ചാൽ നമ്മൾ വേഗം പോയിട്ടോ. നമ്മൾ രാവിലെ 11 മണിക്ക് നമ്മൾ വീട്ടിൽ നിന്ന് ഇവിടെയും കൂടെ പിടിപ്പിന് നമുക്ക് വരാൻ കഴിഞ്ഞില്ല. വരാൻ വെച്ച് തിരക്കൊന്നും ഇല്ലാത്ത ദിവസമായതുകൊണ്ട് നല്ലപോലെ പോവാൻ വരാനും സാറിൽ കാണാനൊക്കെ. ഇത് വലിയ അടുക്കള, മുത്തച്ചോളും നാത്തുമാരെല്ലാവരും കൊടുക്കുന്നത്. കുറച്ച് ദിവസം ഉണ്ടാവുമല്ലോ എല്ലാവരുടെ വീട്ടിലും. നല്ല സന്തോഷമാണ് അങ്ങനെയൊക്കെ ആകുമ്പോൾ. നിങ്ങൾ നിലർത്തി കൊടുക്കട്ടെ എല്ലാവരോടും. എന്തെങ്കിലും തെറ്റുകളും കുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. ഞങ്ങൾ ആ പുതിയങ്ങാടി